യുവജനത ഇറങ്ങിയപ്പോൾ ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടായി. ഷെയ്ഖ് ഹസീന അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നേപ്പാളിലും ഏകദേശം അതുതന്നെയാണ് സംഭവിച്ചത്. അവിടെയും ഭരണമാറ്റമുണ്ടായി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ഇങ്ങനെ പ്രക്ഷോഭത്തിലൂടെ അട്ടിമറിക്കാമോ എന്ന് ഒരു ചോദ്യം ഉയരുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും വെടിവയ്ക്കാനും ലാത്തിച്ചാർജ് നടത്താനും അങ്ങനെയുള്ള അധികാരങ്ങളുമുണ്ടോ എന്നൊരു തിരിച്ചൊരു ചോദ്യം കൂടി. എങ്ങനെ വന്നാലും ജനങ്ങളാണ് ശക്തി. ജനങ്ങൾ എവിടെ കൂട്ടത്തോടെ രംഗത്തിറങ്ങുന്നുവോ അവിടെ ഒരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ തന്നെ അവരുടെ ആ ലെജിറ്റിമസി, ആ നിയമസാധുത ഇല്ലാതായി പോകുന്നു. അപ്പോൾ അങ്ങനെ ജനത്തെ പ്രകോപിപ്പിച്ച് ഒരു ഭരണത്തിനും മുന്നോട്ട് പോകാനും ആവില്ല. ഇന്ത്യയിലൊരു ഭരണമാറ്റം ഉണ്ടായില്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഇത്രയും നാൾ അജയ്യമെന്ന് കരുതിയിരുന്ന ബി ജെ പിയും RSSും അതുപോലെ തന്നെ ആ സംഘപരിവാർ ആ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അവരെ അനുകൂലിക്കുന്ന മീഡിയ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഇതെല്ലാം പരാജയപ്പെടുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലൂടെ, ജൻസി പ്രക്ഷോഭത്തിലൂടെ, കൊക്രോച്ചുകളുടെ ഈ പ്രക്ഷോഭത്തിലൂടെ കണ്ടത്. കൊക്രോച്ചുകളെപ്പറ്റി നമുക്കറിയാം. അതിന് പ്രത്യേകിച്ച് ബുദ്ധിയും വിവേകമൊന്നുമില്ല. കാണുന്നതിലൂടെ അങ്ങ് പോകും, അല്ലെങ്കിൽ കിട്ടുന്നത് തിന്നുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് പെറ്റുപെരുകി വലിയ രീതിയിൽ ഒരു ശക്തിയായി മാറുന്നതും കാണാം, ഒരു ന്യൂസൻസായി മാറുന്നതും കാണാം. അപ്പോൾ അത് തന്നെയാണ് രാഷ്ട്രീയത്തിലും ഉണ്ടായത്. ഇവരെ ദിനംപ്രതി എണ്ണം അങ്ങോട്ട് വർദ്ധിച്ചു. അതും ഏകദേശം ഒരു 30-35 ദിവസം കൊണ്ടാണ് ഇത്രയധികം മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് അതിശയകരമായൊരു കാര്യം. അപ്പോൾ 12 വർഷമായിട്ട് BJP കൈവശം വച്ചിരുന്ന ആ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നടത്തിയിരുന്ന ആ ഭരണമാണ് ഇപ്പം പെട്ടെന്ന് അയഞ്ഞു പോകേണ്ട ഒരവസ്ഥ വന്നത്. ഈ വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പെട്ടെന്ന് സർക്കാരിന് ബോധ്യമായി. മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമില്ല, അത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയുള്ളൂ, കൂടുതൽ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. ലാത്തി ചാർജ് ചെയ്തുകൊണ്ടോ ഒന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല, അത് കൂടുതൽ വഷളാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ സർക്കാർ അയഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതൊരു പരാജയത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മളെല്ലാവരും കാണുന്നു. അങ്ങനെയല്ല എന്ന് പറയുമെങ്കിലും ഒരർത്ഥത്തിൽ വിവേകമാണ് അവർ കാണിച്ചത്, വിവേകപൂർവ്വം. പക്ഷേ അതുണ്ടാക്കുന്ന ആ മാറ്റം ഇപ്പം നമുക്കറിയാം. ഈ മോഡി സർക്കാർ, BJP ഒക്കെ അധികാരത്തിൽ വന്നത് നമ്മുടെ ഈ പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മുതലുള്ള ആ അസംതൃപ്തി, ഈ ഒരു മുസ്ലിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പോയി വേറൊരു രാജ്യമുണ്ടാക്കി, ആ രാജ്യവുമായിട്ട് നിരന്തരം യുദ്ധം, നിരന്തരം പ്രശ്നങ്ങൾ, പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇന്ത്യയുടെ പല കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദു രാഷ്ട്രം വേണമെന്നുള്ള ഒരു താല്പര്യം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ അതൃപ്തിയും അസംതൃപ്തിയും എല്ലാം കൂടെ മുതലെടുത്തുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. അത് നമുക്കറിയാം. അതിനിടയിൽ സംഘപരിവാറും ശക്തിപ്പെടുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ വിവരദോഷങ്ങളും പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും അഴിമതിയും അതിനെതിരെയുള്ള പ്രതിഷേധം, ഇതെല്ലാം കൂടി ചേർന്നായിരുന്നു അവർ അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ അധികാരത്തിൽ വന്ന ശേഷം ആ അധികാരം വളരെ ശക്തമായിട്ട് അവരെ എത്തിക്കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആരെയും പേടിക്കേണ്ടതില്ല. കാരണം ഈ മീഡിയ എല്ലാം അവർ പറയുന്നതിനപ്പുറത്ത് പോകുന്ന ഒരു മീഡിയയുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ റെയ്ഡായി, പിന്നെ കേസായി, പ്രശ്നങ്ങളായി. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരാണെങ്കിൽ എതിർക്കാൻ ധൈര്യം കാണിച്ചില്ല. അവർക്കെതിരെ മീഡിയയൊക്കെ പറഞ്ഞു വിടുന്ന സ്ഥിതി വന്നു. അങ്ങനെ പൊതുവിൽ ആളുകൾ ഈ BJP ആ സർക്കാരിനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ അപ്പോൾ ഇനി ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സമരമുണ്ടായത്. ആ സമരക്കാരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട ഒരവസ്ഥയും സർക്കാരിനുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് പിന്നെ വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJP അജയ്യമല്ല എന്ന് മാത്രമല്ല, എക്കാലവും BJP നിലനിൽക്കുമെന്നുള്ള ചിന്താഗതി തന്നെ ശരിയാണോ? രാഷ്ട്രീയത്തിലല്ല, ലോകത്തിൽ ഒരു കാര്യവും സ്ഥിരമായിട്ടില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജൻസി, അതായത് ഈ പ്രക്ഷോഭത്തിന് പിന്നിലുള്ള ആളുകൾ എന്ന് ജനിച്ചവരാണ്, 2000-ന് ശേഷം ജനിച്ചവർ. അവരെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് പണ്ട് നടന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് എന്നോ കാലത്ത് മുത്തശ്ശിക്കതയുടെ പിന്നെ കാലത്ത് നടന്നൊരു കാര്യമാണ്. അതൊന്നും അവരുടെ പ്രശ്നമല്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം, നമുക്ക് ജോലി കിട്ടണം, ശമ്പളം കിട്ടണം, പിന്നെ വിദ്യാഭ്യാസം നേടണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്.
അപ്പോൾ അവരുടെ ആ കുത്തൊഴുക്കിൽ അതിനെതിരെ നിൽക്കുന്ന ശക്തികളെല്ലാം അവർ തട്ടിത്തെറിപ്പിക്കുന്ന അവസ്ഥ വരുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ ഈ ബാബരി മസ്ജിദോ അല്ലെങ്കിൽ പാർട്ടീഷനോ ആ ഫീലിങ്സോ ഒന്നും പറഞ്ഞാലൊന്നും ഇവരുടെ തലയിൽ കയറിയെന്ന് വരില്ല. കാരണം ഇവരൊന്നും ആ തരത്തിലേക്ക് വന്നിട്ടില്ല. നേരെ മറിച്ച് ഇപ്പം 25 വയസ്സുള്ള പയ്യൻ ഒരു 20 വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു ചിന്താഗതിയിലേക്ക് വരുമായിരിക്കാം. പക്ഷേ ഇപ്പോഴല്ല. അവർ ചിന്തിക്കുന്ന അവരുടെ കാര്യം, അവരുടെ ഉയർച്ച, അവരുടെ സാമ്പത്തിക ഭദ്രത, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കാനായിട്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിൽക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ എതിർപ്പുണ്ടാവും. ഇപ്പോൾ ഇപ്പോഴുണ്ടായ കാര്യം എതിർപ്പെന്താണ്? വളരെ വ്യക്തമായ കാര്യമാണ്. എല്ലാവരും കഷ്ടപ്പെട്ടിരുന്ന് പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷ കുറേ പേര് ആ പരീക്ഷയുടെ ചോദ്യക്കടലാസ് നേരത്തെ ചോർത്തി മേടിക്കുന്നു, കാശ് കൊടുത്ത് മേടിക്കുന്നു. എന്നിട്ട് അവർ പരീക്ഷ എഴുതി അവർ പെട്ടെന്ന് പാസ്സായി അവർക്ക് നല്ല ഈ പരീക്ഷയിലൊക്കെ ഉന്നത സ്ഥാനങ്ങൾ കിട്ടുന്നു. അപ്പോൾ പരീക്ഷയിൽ ഉന്നത സ്ഥാനം കിട്ടുമ്പം കൂടുതൽ അടുത്ത അഡ്മിഷൻ കിട്ടുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള അവസരം കിട്ടുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് കൊക്കറോച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഈ പ്രക്ഷോഭകരെ വിശേഷിപ്പിച്ചത്. അങ്ങനെയല്ല എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിലും ആ വാക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ അതങ്ങ് പതിഞ്ഞുപോയി. ഇവരെല്ലാം കൊക്കറോച്ചാണെന്നുള്ള അവർ തന്നെ അങ്ങ് പറയുകയാണ്, ഞങ്ങളും കൊക്കറോച്ച് തന്നെയാണെന്ന്. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വായിൽ നിന്ന് പോയൊരു വാക്ക്, അപ്പം ഒരു വാക്കിന് പോലും എന്തെല്ലാം വിലയാണെന്നുള്ളതാണ്. അത് ജനങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കാൻ ആ ഒരു വാക്കിന് കഴിഞ്ഞു. ജനങ്ങളെ ആ യുവജനതയെ ഒത്തൊരുമിപ്പിക്കാൻ, ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് ആ വാക്കിന് കഴിഞ്ഞു. അപ്പോൾ അത് അവർ മുതലെടുക്കുകയും ചെയ്തു. അപ്പം ഈ BJP സർക്കാർ ഈ പിന്നോക്കം പോയി എന്നതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ വന്നാൽ അവർ അതിനെ അടിച്ചമർത്തില്ല എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഈ പ്രക്ഷോഭകർ ഒരു തവണ വിജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭങ്ങളും കൂടുതൽ വിജയങ്ങളും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര ഉണ്ടാകുന്നത് സാധാരണമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇനി എന്ത് പ്രക്ഷോഭമാണ് ഉണ്ടാകുന്നത്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ BJPയുടെ ആ ഒരു അപ്രമാദിത്വം അങ്ങ് അവസാനിച്ചു. അവർ മീഡിയയെ എല്ലാം നിയന്ത്രിച്ച് ഈ എല്ലാ കാര്യവും ഇനി BJP നിശ്ചയിക്കുന്ന രീതിയിലായും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്താഗതി അവസാനിച്ചു. അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ 12 വർഷം കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിനെ കടുത്ത വിമർശനം, കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുള്ള വിമർശനത്തിലൂടെയാണ് ഈ മോഡി സർക്കാർ അധികാരത്തിൽ കയറിയത്. ഈ 12 വർഷം കൊണ്ട് മോഡി സർക്കാർ ഇന്ത്യയിൽ എന്ത് മാറ്റമുണ്ടാക്കി, എന്ത് നേട്ടങ്ങളുണ്ടാക്കി, ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി, അതാണ് സാധാരണ ആളുകൾ ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ അവർ അതൃപ്തരാകും. അവർ പ്രക്ഷോഭത്തിനും വഴക്കിനുമൊക്കെ വരും. അപ്പോൾ അത് നേരിടാൻ ഇനിയെങ്കിലും ഒരുപക്ഷെ സർക്കാർ പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ സുശക്തമായ സാമ്പത്തിക കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുമായിരിക്കാം. ഇപ്പം നമുക്കറിയാം, അദാനിയും അംബാനിയും ഒക്കെ വലിയ തോതിൽ വളർന്നു. പക്ഷേ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണ്? ഈ കർഷകരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും, അവരുടെ സ്ഥിതി എന്താണ്? അവരുടെ ജീവിതം മെച്ചപ്പെട്ടോ? ഈ പറഞ്ഞതുപോലെ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് കരുതാം. എന്തായാലും ഈ രാഷ്ട്രീയ മാറ്റം രാഷ്ട്രീയ രംഗത്തെ ഒന്ന് പിടിച്ചു കുലുക്കിയ ഒരു സമരമായി പോയി ഇത് എന്നുള്ളത് വളരെ വ്യക്തം. ഈ ജനരോഷത്തിന് മുന്നിൽ ഒരു സർക്കാരിനും പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ ജനങ്ങൾക്ക് രോഷമുണ്ടാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം.